നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒന്നാം പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക. ഇനി നമുക്ക് 1858 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണം വന്നപ്പോഴുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ദ ക്രൗൺ റൂൾ 1858 to 1947. ഇതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് ഇന്ത്യ. ഇനി ഈ കാലയളവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Government of India Act of 1858. This significant act was enacted in the wake of the revolt of 1857, also known as the First War of Independence or the Sipahi Mutiny. 1857 ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഇൻസിഡന്റിന് ശേഷമാണ് ഈ ആക്ട് പാസ്സാക്കപ്പെട്ടത്. ദ ആക്ട് നോൺ ആസ് ദ ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ abolished the East India Company and transferred the powers of government, territories and revenues to the British Crown. ഇന്ത്യയുടെ നല്ല ഭരണത്തിന് വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമം എന്ന് ഈ നിയമം അറിയപ്പെട്ടു. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ പവറുകളെല്ലാം, അതായത് ഗവൺമെൻറ്റിൻ്റെ ആയാലും ഭൂപ്രദേശത്തിൻ്റെ ആയാലും റവന്യൂ വരുമാനത്തിൻ്റെ ആയാലും എല്ലാ അധികാരങ്ങളും ബ്രിട്ടീഷ് ക്രൗണിലേക്ക് മാറ്റപ്പെട്ടു. ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട്. 1. It provided that India henceforth was to be governed by and in the name of Her Majesty. It changed the designation of the Governor General of India to that of Viceroy of India. He, Viceroy, was the direct representative of the British Crown in India. Lord Canning thus became the first Viceroy of India. ഈ നിയമപ്രകാരം ഇന്ത്യ ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായിരിക്കും. അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റിനെ വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് മാറ്റി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും വൈസ്രോയ്. ലോർഡ് കാനിങ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ്. 2. It ended the system of double government by abolishing the Board of Control and Court of Directors. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഒരു ഡബിൾ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇവിടെ ഉണ്ടായത്. അതായത് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ഇത് ഈ നിയമപ്രകാരം അബോളിഷ് ചെയ്യപ്പെട്ടു. 3. It created a new office, Secretary of State for India, vested with complete authority and control over Indian administration. The Secretary of State was a member of British Cabinet and was responsible ultimately to the British Parliament. ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അബോളിഷ് ചെയ്തതിന് ശേഷം പുതിയൊരു ഓഫീസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നൊരു ഓഫീസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഓഫീസിന് ഇന്ത്യയുടെ മുഴുവൻ ഭരണകാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലല്ല, പകരം ബ്രിട്ടീഷ് പാർലമെൻറ്റിനോടായിരുന്നു റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. 4. It established a 15-member Council of India to assist the Secretary of State for India. The council was an advisory body. The Secretary of State was made the chairman of the council. ഈ പുതിയ ഓഫീസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പുതിയ ഓഫീസിന് വേണ്ടി ഒരു 15 അംഗ കൗൺസിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ആ കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിക്കുകയും ചെയ്തു. ബട്ട് ഈ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു. 5. It constituted the Secretary of State in Council as a body corporate capable of suing and being sued in India and in England. ഈ നിയമപ്രകാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഒരു കോർപ്പറേറ്റ് ബോഡി പോലെയാക്കി. അതായത് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും നിയമപരമായ ബാധ്യതകളൊക്കെ ഈ കൗൺസിലിന് ഉണ്ടായിരിക്കും. അതായത് കോടതിയിൽ ഇതിന് നിയമപരമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. The Act of 1858 was, however, largely confined to the improvement of the administrative machinery by which the Indian government was to be supervised and controlled in England. It did not alter in any substantial way the system of government that prevailed in India. ഈ നിയമത്തിൻ്റെ ഒരു പോരായ്മയാണ് പറയുന്നത്. 1858 നിയമം ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ ഇംഗ്ലണ്ടിൽ നിന്ന് എങ്ങനെ സൂപ്പർവൈസ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് പുതിയൊരു ബോഡി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ നിയമം ഇന്ത്യയിലെ ഗവൺമെൻറ് സിസ്റ്റത്തിന് കാര്യമായിട്ട് യാതൊരു മാറ്റവും വരുത്തിയില്ല. ഇനി നമുക്ക് ഇതിന് ശേഷം വന്ന കുറച്ച് സീരീസ് ഓഫ് ആക്ടുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Indian Councils Act of 1861, 1892 and 1909. After the Great Revolt of 1857, the British government felt the necessity of seeking the cooperation of the Indians in the administration of their country. In pursuance of this policy of association, 3 acts were enacted by the British Parliament in 1861, 1892 and 1909. The Indian Councils Act of 1861 is an important landmark in the constitutional and political history of India. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ, അതായത് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരെ കൂടി കൂടുതലായി ഉൾപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തോന്നിത്തുടങ്ങി. അതിനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1861 1892 1909 നിയമങ്ങൾ പാസാക്കി. ഇനി നമുക്ക് ഈ നിയമങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ വരുത്തിയതെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട് ഓഫ് 1861. 1. It made a beginning of representative institutions by associating Indians with the law-making process. It thus provided that the Viceroy should nominate some Indians as non-official members of his expanded council. In 1862, Lord Canning, the then Viceroy, nominated 3 Indians to his legislative council, the Raja of Benares, the Maharaja of Patiala and Sir Dingar Rao. ഈ നിയമപ്രകാരം ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോസസ്സിൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. നമുക്കറിയാം 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കിയത്. ഈ നിയമപ്രകാരം ഇന്ത്യക്കാരെ ഈ കൗൺസിലിൽ നോൺ ഒഫീഷ്യൽ മെമ്പറായി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം വൈസ്രോയ്ക്ക് കൊടുത്തു. അങ്ങനെ 1862 ലോർഡ് കാനിങ്, അന്നത്തെ വൈസ്രോയി, 3 ഇന്ത്യക്കാരെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല ആൻഡ് ദിങ്കർ റാവു, ഈ 3 പേരെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് റെക്കമെൻഡ് ചെയ്തു. 2. It initiated the process of decentralization by restoring the legislative powers to the Bombay and Madras presidencies. It thus reversed the centralizing tendency that started from the Regulating Act of 1773 and reached its climax under the Charter Act of 1833. This policy of legislative devolution resulted in the grant of almost complete internal autonomy to the provinces in 1937. ഈ നിയമപ്രകാരം ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസികൾക്ക് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം തിരിച്ചു കിട്ടി. നമുക്കറിയാം 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ബോംബെയുടെയും മദ്രാസിൻ്റെയും ലെജിസ്ലേറ്റീവ് പവർ ഇല്ലാതാക്കിയത്. എന്നാൽ ഈ നിയമത്തിലൂടെ അത് റീസ്റ്റോർ ചെയ്യപ്പെട്ടു. അങ്ങനെ 1773 മുതൽ 1833 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി ഇവിടെ ഇല്ലാതാക്കപ്പെട്ടു. ഇതിനുശേഷം അങ്ങോട്ട് ലെജിസ്ലേറ്റീവ് ഡിവല്യൂഷൻ പോളിസിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തത്. അങ്ങനെ 1937 ആയപ്പോഴത്തേക്കിന് പ്രൊവിൻസുകൾക്ക് ഒരു കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഓട്ടോണമി തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തു 1935 ആക്ട് പ്രകാരം. 3. It also provided for the establishment of new legislative council for Bengal, Northwestern Frontier Province (NWFP) and Punjab, which were established in 1862, 1866 and 1897 respectively. ഇതുകൂടാതെ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ബംഗാളിന് 1862, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിന് 1866 പഞ്ചാബിന് 1897 അനുവദിച്ചു. ഇതെല്ലാം 1861 ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എല്ലാം അനുവദിച്ചിട്ടുള്ളത്. 4. It empowered the Viceroy to make rules and orders for the more convenient transaction of business in the council. It also gave a recognition to the portfolio system introduced by Lord Canning in 1859. Under this, a member of the Viceroy's council was made in charge of one or more departments of the government and was authorized to issue final orders on behalf of the council on matters of his department. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ എല്ലാം സ്മൂത്ത് ട്രാൻസാക്ഷന് വേണ്ടിയുള്ള റൂൾസും റെഗുലേഷൻസും എല്ലാം ഉണ്ടാക്കാനുള്ള അധികാരം വൈസ്രോയ്ക്ക് കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന സിസ്റ്റത്തിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഇത് ലോർഡ് കാനിങ് 1859 ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്. അതിന് അംഗീകാരം കൊടുത്തു. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിനിസ്റ്ററുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പോലെയാണ്.
ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രി മാത്രമല്ല ഫിനാൻസ് മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, അങ്ങനെ ഒരുപാട് മിനിസ്ട്രീസും ഉണ്ട്. ഇതിനെയാണ് ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. അതായത് വൈസ്രോയുടെ കൗൺസിലുള്ള ഒരു മെമ്പറിന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ ചുമതല കൊടുക്കും. അദ്ദേഹത്തിന് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതൊരു കാര്യത്തിനും ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരവും കൊടുത്തു. ഇങ്ങനെ പോർട്ട്ഫോളിയോ സിസ്റ്റവും ഈ നിയമപ്രകാരം ഇംപ്ലിമെൻറ്റ് ചെയ്തു. 5. It empowered the Viceroy to issue ordinances without the concurrence of the Legislative Council during an emergency. The life of such an ordinance was 6 months. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരം വൈസ്രോയ്ക്ക് കൊടുത്തു. ഇപ്പോഴും നമുക്കറിയാം ഈ ഓർഡിനൻസുകൾ ഇറക്കാനുള്ള പവറൊക്കെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉണ്ട്. ഈ ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 പറ്റി ഡിസ്കസ് ചെയ്യാം. ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട് ഓഫ് 1892. 1. It increased the number of additional non-official members in the central and provincial legislative councils but maintained the official majority in them. സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യലായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം ഈ നിയമപ്രകാരം കൂട്ടി. പക്ഷേ ഒരു ഒഫീഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് തന്നെ ആയിരിക്കും. 2. It increased the functions of legislative councils and gave them the power of discussing the budget and addressing questions to the executive. ഈ നിയമപ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എക്സ്പാൻഡ് ചെയ്തു. അതായത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു. അതോടൊപ്പം എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള അധികാരമാണ് കൊടുത്തേക്കുന്നത്, വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. 3. It provided for the nomination of some non-official members of the Central Legislative Council by the Viceroy on the recommendation of the Provincial Legislative Councils and the Bengal Chamber of Commerce, and B. That of the Provincial Legislative Councils by the Governors on the recommendation of the District Boards, Municipalities, Universities, Trade Associations, Zamindars and Chambers. ഈ നിയമപ്രകാരം പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും റെക്കമെൻഡേഷൻ പ്രകാരം കുറച്ചുപേരെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യൽ മെമ്പറായി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം വൈസ്രോയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ബോർഡ്, മുനിസിപ്പാലിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, ട്രേഡ് അസോസിയേഷൻസ്, സമീന്ദേഴ്സ് ആൻഡ് ചേംബേഴ്സ് തുടങ്ങിയവയുടെ റെക്കമെൻഡേഷൻ പ്രകാരം കുറച്ചുപേരെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർമാർക്കും കൊടുത്തു. The Act made a limited and indirect provision for the use of election in the filling up some of the non-official seats both in central and provincial legislative councils. The word election was, however, not used in the Act. The process was described as nomination made on the recommendation of certain bodies. ഈ നിയമം സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യലായിട്ടുള്ള ചില സീറ്റുകൾ ഫില്ല് ചെയ്യുവാനായിട്ട് ഇലക്ഷൻ പോലൊരു പ്രോസസ്സ് കൊണ്ടുവന്നു. എന്നാൽ ഇലക്ഷൻ എന്നൊരു വേർഡ് എങ്ങും യൂസ് ചെയ്തിട്ടില്ല. ഈ പ്രോസസ്സിനെ നമുക്ക് ചില ബോഡികളുടെ നിർദ്ദേശപ്രകാരമുള്ള നോമിനേഷൻ എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 പറ്റിയാണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട് ഓഫ് 1909. ദിസ് ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് ദ മോർലി-മിൻറ്റോ റിഫോംസ്. Lord Morley was the then Secretary of State for India and Lord Minto was the then Viceroy of India. 1909 ഈ നിയമം മോർലി-മിൻറ്റോ റിഫോംസ് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. മോർലി എന്ന് പറയുന്നത് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നു. മിൻറ്റോ എന്ന് പറയുന്നത് അന്നത്തെ ഇവിടുത്തെ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിരുന്നു. 1. It considerably increased the size of the legislative councils, both central and provincial. The number of members in the central legislative councils was raised from 16 to 60. The number of members in the provincial legislative councils was not uniform. ഈ നിയമം സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് 16 നിന്ന് 60 ആക്കി. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും അംഗസംഖ്യ കൂട്ടി. 2. It retained official majority in the Central Legislative Council but allowed the Provincial Legislative Councils to have non-official majority.
സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ഒഫീഷ്യലായിട്ടുള്ള മജോറിറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിലനിർത്തി. എന്നാൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നോൺ ഒഫീഷ്യലായിട്ടുള്ള മജോറിറ്റി അലോ ചെയ്തു. അതായത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ടുള്ള ഇന്ത്യക്കാർക്കൊക്കെ മജോറിറ്റി ആകാമെന്ന് അനുവദിച്ചു. 3. It enlarged the deliberative functions of the legislative councils at both the levels. For example, members were allowed to ask supplementary questions, move resolutions on the budget, and so on. ഈ നിയമപ്രകാരം സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പിന്നെയും കൂടുതൽ അധികാരങ്ങൾ കൊടുത്തു. അതായത് ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധിക്കും. 1892 നിയമപ്രകാരമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അധികാരം ലഭിച്ചത്. എന്നാൽ അപ്പോൾ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. അതായത് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, അതോടൊപ്പം ബഡ്ജറ്റിനെതിരെ റെസൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനൊക്കെ കൂടുതൽ അധികാരം ലഭിച്ചു. 4. It provided for the first time for the association of Indians with the executive councils of the Viceroy and governors. Satyendra Prasad Sinha became the first Indian to join the Viceroy's Executive Council. He was appointed as the law member. ഇതുവരെ ഇന്ത്യക്കാർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മാത്രമേ അംഗമാവാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ നിയമപ്രകാരം വൈസ്രോയുടെയും ഗവർണർമാരുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെമ്പറാകാൻ ഇന്ത്യക്കാർക്ക് അവസരം കൊടുത്തു. അങ്ങനെ സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അദ്ദേഹം ഒരു ലോ മെമ്പറായിട്ടാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവിൽ അംഗമായത്. 5. It introduced a system of communal representation for Muslims by accepting the concept of separate electorate. Under this, the Muslim members were to be elected only by Muslim voters. Thus, the act legalized communalism, and Lord Minto came to be known as the father of communal electorate. ഈ നിയമം മുസ്ലിങ്ങൾക്ക് ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അംഗീകരിച്ചു. അതായത് കൗൺസിലിലേക്കുള്ള മുസ്ലിം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് മുസ്ലിം വോട്ടേഴ്സ് മാത്രമായിരിക്കും. അതായത് ഈ നിയമപ്രകാരം വർഗീയത എന്നത് ഒരു നിയമപരമായിട്ടുള്ള കാര്യമായിട്ട് മാറി. അതുകൊണ്ട് അന്നത്തെ വൈസ്രോയ് ലോർഡ് മിൻറ്റോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നമുക്കറിയാം ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമാണ്. 6. It also provided for the separate representation of presidency corporations, chambers of commerce, universities and zamindars. ഈ നിയമപ്രകാരം പ്രസിഡൻസി കോർപ്പറേഷൻ, ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റീസ്, സമീന്ദാർസ് എന്നിവർക്കും ഒരു സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഉള്ള മെക്കാനിസം ഉണ്ടാക്കി. സെക്കൻഡ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു പാർട്ടോട് കൂടി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തീരുന്നതായിരിക്കും. ഒരുപാട് ലെങ്ത് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.